Hi, welcome to Coolstock YouTube channel. November 21st Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത 21st നവംബറിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. എല്ലാ ദിവസവും ഈ ടേബിൾ റീഡ് ചെയ്യുന്ന പോലെ അക്ഷിത ഒന്ന് റീഡ് ചെയ്ത്. ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സ്ട്രെങ്ത് മീഡിയം ആണ്, മാർക്കറ്റ് സൈഡ്വേസ് ആണ്, സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ വോളിയം നെഗറ്റീവ് ആണ്. ഓക്കെ, സ്കോർ 1/3. ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 9 മണി 28 മിനിറ്റായി. 9:29 കാൻഡിലാണ് നമുക്ക് ആൽഫ സിഗ്നൽ വരുന്നത്. ഈ നേരത്ത് 9:28 ആവുമ്പോൾ മാർക്കറ്റ് മേലേക്ക് പോയതാണ് കാണുന്നത് നമ്മൾ, അല്ലേ? എല്ലാം ഗ്രീൻ കാൻഡിൽ, ഇടയെ കാണുന്ന യെല്ലോ കാൻഡിൽസ് സ്കാനർ കാൻഡിലാണ്. മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡ് ആയിട്ടാണ് കാണുന്നത്. ഓപ്പണിംഗ് കാൻഡിൽ മാത്രമേ റെഡ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഗ്രീൻ കാൻഡിലാണ്. അപ് ട്രെൻഡ് കാണുന്നു. ടേബിൾ നോക്കുന്ന നേരത്ത് എന്താ ആശയത്തേക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ബാരിഷ് ആണ്. കാരണം വോളിയം നെഗറ്റീവ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം ആണ്, മാർക്കറ്റ് സൈഡ്വേസ് ആണ്, സ്കോർ 3-1 സിഗ്മ നെഗറ്റീവ് ആണ്. ഇത്രയും ഇങ്ങനെ കാണുന്ന ഒരു ടേബിളിൽ നമുക്ക് കോള് വരുന്നത് ഇപ്പം ഗുണാണോ? അല്ല. നമുക്കിപ്പോൾ ഒരു പുട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാധ്യത ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇപ്പം പുട്ട് വരാനാണെങ്കിൽ നല്ല സാധ്യത ഉണ്ട്. കാരണം വോളിയം നെഗറ്റീവ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ നെഗറ്റീവ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം ആണ്, മാർക്കറ്റ് സൈഡ്വേസ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, സ്കോർ 3-1. നമുക്ക് എന്താണ് വരുന്നത് നോക്കുക. ഏതാ സിഗ്നൽ ഇപ്പം വരിക? 9:29 കാൻഡിൽ വന്നു, 30 ക്ലോസ് ആയി. ഏതാ സസ്റ്റെയിൻ ആയത്? 26,150 PE. 26,150 26,150 PE ആണ് വന്നിരിക്കുന്നത്. PE ആണല്ലോ നമുക്ക് ഇപ്പൊ ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതും PE ആണല്ലോ. ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ഇപ്പോഴും ബാരിഷ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, സ്കോറിൽ മാറ്റമില്ല, 3-1 തന്നെയാണ്, മാർക്കറ്റ് സൈഡ്വേസ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം ആണ്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന PE ആണ്. PE ഇങ്ങനെ ഒരു ടേബിൾ റീഡ് ചെയ്യുന്ന നേരത്ത് PE ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. എബവ് 75% ഉണ്ട്. നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോയി നോക്കാം. സ്ട്രൈക്കിൽ ഏതാണ് ഈ സ്ട്രൈക്കിൽ ഈ ടേബിൾ ഇപ്പം നമ്മൾ റീഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം ഈ ടേബിൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇൻഡെക്സിൽ 9:30 29 കാൻഡിൽ വന്ന് 9:30 ക്ലോസ് ആയ ശേഷം അവിടെ ആൽഫ സിഗ്നൽ സസ്റ്റെയിൻ ആയ ശേഷമാണ് നമ്മൾ സ്ട്രൈക്കിലേക്ക് വരുന്നത്. ആ സ്ട്രൈക്ക് എടുത്ത് ഇടുന്നു. സ്ട്രൈക്കിൽ 9:29 കാൻഡിൽ 30 ക്ലോസ് ആവുന്ന നേരത്ത് അതിൽ ബൈ പ്രൈസ് ടാർഗറ്റും എല്ലാം പറയുന്നുണ്ട്. ബൈ പ്രൈസ് എത്രയാ? ബൈ പ്രൈസ് 162, ടാർഗറ്റ് 181, സ്റ്റോപ്പ് ലോസ് 143. യെസ്. ഈ ടേബിൾ ഒന്ന് ഇപ്പം വായിച്ചേ. ട്രെൻഡ് ബാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട വോളിയം ഉണ്ട് ഈ സ്ട്രൈക്കിൽ വോളിയം ഉണ്ട്, സിഗ്മ പോസിറ്റീവ് ആണ്, മാർക്കറ്റ് സൈഡ് വേസ് എന്നാണ് ഇതിൽ പറയുന്നത്. സിഗ്നലിന്റെ സ്ട്രെങ്ത് വീക്ക് ആയിട്ടാണ് ഇവിടെ കാട്ടുന്നത്. അത് ചെറിയൊരു നെഗറ്റീവാണ്. സിഗ്നലിന്റെ സ്ട്രെങ്ത്തും കൂടി ഇവിടെ സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എബവ് 75% 80% ഇത് ടാർഗറ്റ് പെട്ടെന്ന് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാരണം ഇത് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ നമ്മളുടെ ബൈ പ്രൈസിലേക്ക് വന്നോ അല്ലെങ്കിൽ വരുമോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബൈ പ്രൈസിലേക്ക് വന്നു. ഫസ്റ്റ് മിനിറ്റ് തന്നെ വന്നു. അതിൻ്റെ ബോട്ടം 160 വരെ പോയി. നമുക്ക് വേണ്ടത് നമ്മളുടെ ബൈ പ്രൈസ് 162 ആണ്. 116 അത് രണ്ടാമതും കയറി 162 വന്നു. 165-55 വരെ ഫസ്റ്റ് കാൻഡിൽ തന്നെ പോയി. അത് ഫസ്റ്റ് മിനിറ്റ് തന്നെ ഇത് ബൈ പ്രൈസ് കട്ടായതുകൊണ്ട്, വോളിയൂമും ഉള്ളതുകൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോവും ബുള്ളിഷ് ആയതുകൊണ്ട് ഇത് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ അഥവാ ഇത്ര ഫാസ്റ്റായിട്ട് ഓർഡർ ഇട്ടിട്ട് ഈ ഓർഡർ എക്സിക്യൂട്ട് ആക്കാൻ പറ്റാത്തവർ വയ്യിൽ ചേസ് ചെയ്തെടുക്കരുത്. ഇത് ചിലപ്പം അടുത്ത കാൻഡിലുകളിൽ ഇത് രണ്ടാമതും താഴത്ത് 162 താഴേക്ക് വന്ന് നമ്മളുടെ ബൈ പ്രൈസ് ഒന്നും കൂടി ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം താഴത്തേക്ക് വന്നു, ഇപ്പൊ താന്നു. ഇപ്പൊ ഏതുവരെ പോയി? 154.70 വരെ പോയി. അപ്പൊ നമ്മളുടെ ബൈ പ്രൈസ് 162 ആണ്. 1, 2, 3-ാമത്തെ മിനിറ്റിൽ അത് താന്ന് 4-ാമത്തെ മിനിറ്റായി. 1-ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ പ്രാവശ്യം കട്ടായത് കൊണ്ട്
ഇത് രണ്ടാമതും ഈ ബൈ പ്രൈസിൽ വരുന്നിടത്ത് എടുത്താൽ കിട്ടുന്നു മാത്രമല്ല ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് അബൌവ് 70-75% ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു മാറ്റം വന്ന് ഓളിയും നെഗറ്റീവായി, സിഗ്മയും സീറ്റിയും നെഗറ്റീവായി. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് തന്നെയാണ്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കാണ്. മാർക്കറ്റ് സൈഡ് വേസാ പറയുന്നത്. സ്കോർ 3-1 ഉള്ളത് ഇവിടെ 3-0 ഉള്ളൂ. ബട്ട് ആദ്യത്തെ മിനിറ്റിൽ ഈ ഓർഡർ ഒരു പ്രാവശ്യം ബൈ പ്രൈസ് ടച്ച് ചെയ്തുകൊണ്ട് ഇത് ടാർഗറ്റിലേക്കുള്ള സാധ്യത ഈ പറയുന്ന 70-75% ഉണ്ട്. ഇപ്പൊ രണ്ടാമത് ഓർഡർ എക്സിക്യൂട്ടായി, പ്രൈസ് മേലേക്ക് പോവാണ്. ഓളിയം ബിൽഡായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓളിയം പച്ച വരുന്നുണ്ട്. സിഗ്മ ഗ്രീനിഷായി. ഇപ്പം ഗ്രീനും ഇതുമായി മാറി കളിക്കുന്നുണ്ട്. പക്ഷെ ഗ്രീനിഷ് വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ മാറുന്നേ ഇല്ല, ബുള്ളിഷ് തന്നെയാണ്. വീക്കുള്ളത് മീഡിയമായി ബെറ്ററായി വരുന്നുണ്ട്. സ്ട്രെങ്ത് മീഡിയമായി വന്ന് മേലേക്കാണ് പോകുന്നത്. ഓളിയം പിന്നെയും ബുള്ളിഷ് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ തന്നെ വരുന്നുണ്ട്. സോ ദർ ഈസ് എ ഹ്യൂജ് ചാൻസ് ടു ഹിറ്റ് ദ ടാർഗറ്റ്. ഇങ്ങനെയുള്ളൊരു ടേബിൾ റീഡ് ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷാണ്, സിഗ്മ സീറ്റ ബുള്ളിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷാണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയമാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ടാർഗറ്റ് നമ്മൾ ബൈ പ്രൈസ് 162 ആയിരുന്നു. ടാർഗറ്റ് 181 ആണ്. 143 ആണ് സ്റ്റോപ്പ് ലോസ്. 181 കൃത്യമായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിൻ്റെ മേലെ 186.25 വരെ പോയിട്ടാണ് ഒന്ന് താന്നത്. രണ്ടാമതും മേലെ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രേഡ്, ഇന്നത്തെ ട്രേഡ് പ്രോഫിറ്റബിൾ ട്രേഡാണ്. 162 വാങ്ങി 181 ടാർഗറ്റ് എത്തിയത്. അപ്പം 161 181 ഡിഫറൻസ് ആണ് ഇന്നത്തെ പ്രോഫിറ്റ്. 162 മൈനസ് 181 നമുക്ക് 19 റുപ്പീസിൻ്റെ അടുത്ത് ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ അക്ഷിത, റൈറ്റ്. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.